ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇർഫൂസ് കിച്ചൺ. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു സേമിയ ബൈറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് ഞാനിവിടെ കനം കുറഞ്ഞിട്ടുള്ള ചെറിയ സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ സേമിയ ഒരു പാത്രത്തിലേക്കിട്ട് നമുക്ക് നല്ലതുപോലെ കൈവച്ചൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും ഒരു 2 പാക്കറ്റ് പാൽപ്പൊടിയും കുറച്ചധികം ബട്ടറും കേട്ടോ. ബട്ടറാണ് ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാനിവിടെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ബട്ടർ നമുക്കൊന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചൂടായി കഴിഞ്ഞ് സേമിയ അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് ഇളക്കി ഒരു കളർ അധികം മാറണ്ട കേട്ടോ. അതിന് മുന്നേ തന്നെ തീ ഓഫ് ചെയ്യാൻ മറക്കരുതേ. ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായില്ല, അതുകൊണ്ട് എൻ്റെ പാൽപ്പൊടി ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചു. എങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വെക്കേഷനാണ്, മക്കൾസൊക്കെ വീട്ടിലിരിക്കൂലേ, ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വിശക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലത്തെ പൊടിക്കൈകൾ റെസിപ്പിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്ത് അവരെപ്പോൾ നമ്മുടെ ഫാനായി എന്ന് ചോദിച്ചാൽ മതിയില്ലേ. അതിനുശേഷം മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നല്ലതുപോലെ കൈവച്ച് തന്നെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ചൂടാറിയിട്ടേ കൈവച്ച് യോജിപ്പിക്കാവോ, ഇല്ലെങ്കിൽ കൈയുടെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പം നമുക്കിനി ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്നങ്ങ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കുപ്പിയുടെ അടപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് എല്ലാം തയ്യാറാക്കി എടുക്കണേ, കാണുമ്പോൾ ഒരു ഭംഗി. ഇനി ഷേപ്പറൊക്കെ കയ്യിലുള്ളവർക്ക് അത് ഷേപ്പർ വെച്ച് കുറച്ചുകൂടെ അടിപൊളിയാക്കി എടുക്കാം കേട്ടോ. അതെ, അങ്ങനെ എല്ലാ സേമിയ ബൈറ്റ്സും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട കേട്ടോ. ഇനി ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിൽ കാണും വരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.